അരുൺകുമാർ, ഇവിടെ ഇപ്പോൾ ഇ പി ജയരാജൻ തുടർച്ചയായി വിവാദങ്ങളുടെ കേന്ദ്രമാവുകയാണ്. തെരഞ്ഞെടുപ്പുകളുടെ ദിവസം പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹം ഉണ്ടാക്കിയ വിവാദം, അതിന്റെ അലയൊലികൾ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇന്നും രാവിലെ മുതൽ ഇ പി ജയരാജനാണ് വിവാദങ്ങളുടെ കേന്ദ്രം. അപ്പോൾ അദ്ദേഹം എഴുതിയ പുസ്തകം അദ്ദേഹം അറിയാതെ പ്രസിദ്ധീകരിക്കുന്നു, അത് ഇന്ന് പ്രകാശനം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അല്ല, അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള DC ബുക്സിന് ഇത്തരത്തിൽ ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട്, പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കരാറുണ്ടെങ്കിൽ ആ കരാർ പുറത്തുവിടാമായിരുന്നല്ലോ. ഇന്ന് രാവിലെ 10:30 അത്തരത്തിൽ പുസ്തകത്തിന്റെ ഒരു പ്രകാശനം വയ്ക്കുകയും അത് ശ്രീ EP തന്നെ നിഷേധിക്കുകയും കാര്യകാരണസഹിതം EP പറയുന്നു, എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഞാൻ ഒരാളെയും ഇത് ചുമതലപ്പെടുത്തിയിട്ടില്ല, ഒരു പ്രസിദ്ധീകരണത്തോടും ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടില്ല, പലരും എന്നെ സമീപിച്ചു, ഞാൻ എഴുതി കഴിയട്ടെ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്നവർ ആ എഗ്രിമെന്റിന്റെ കോപ്പിയല്ലേ പുറത്തുവിടേണ്ടത്? ഏതെങ്കിലും പാർട്ടി നേതാവിന്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും നേതൃത്വം കൊടുക്കുന്ന ഒരു നല്ല ചടങ്ങ് നടത്തി തന്നെയല്ലേ അത് ചെയ്യാറ്? ആ പുസ്തകം എഴുതിയ ആളെ പോലും അറിയിക്കാതെ അല്ലെങ്കിൽ അറിയാതെ 10:30 ഞങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കും എന്ന് ഒരു പ്രധാനപ്പെട്ട പുസ്തക ഏജൻസി പറയാമോ? അങ്ങനെ പറയുന്ന സാഹചര്യം നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ഇതൊക്കെ EP തന്നെ വളരെ കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിന്റെ പ്രതീതി എന്താ പറയുന്നത്? CPM-ന് ജനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നത്. അത് നിങ്ങൾ കുറെ നാളായിട്ട് പറയുന്നുണ്ടല്ലോ. DCC അയച്ച കത്ത് ആ KPCC ചെല്ലുന്നതിന് മുമ്പ് അതെങ്ങനെ പത്രക്കാർക്ക് കിട്ടി, ജനങ്ങൾക്ക് കിട്ടിയെന്ന് ഇതുവരെ മഷിയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? ഒപ്പില്ലാത്ത കത്താണെന്ന് പറഞ്ഞ് ഒപ്പുള്ള കത്ത് കൊടുത്തപ്പോൾ 4 പേരുകളാണ് റെക്കമെൻഡ് ചെയ്തത് എന്ന് പറഞ്ഞു. അല്ല, ഒരു പേരുള്ളല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാതെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുങ്ങിയിട്ട് ഇതുവരെ മാധ്യമങ്ങളുടെ മുന്നിൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ പിന്നെ പൊങ്ങിയിട്ടില്ല. ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലുണ്ട്. ആദ്യം നിങ്ങൾ നന്നാവാൻ നോക്ക്. ആ തൃശ്ശൂര് നഷ്ടപ്പെട്ട 86,965 വോട്ട് എങ്ങോട്ടാണ് പോയത് എന്ന് കണ്ടെത്താൻ അന്വേഷണ കമ്മീഷൻ വച്ച റിപ്പോർട്ട് വരെ പൂത്തിയവരല്ലേ നിങ്ങൾ? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം ആദ്യം പരിഹരിക്കുക. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തീർക്കാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വലിയ ഗൂഢാലോചന ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. 1959 വിമോചന സമരത്തിന്റെ കാലത്ത് ഉണ്ടായ മുന്നണി പോലെ തന്നെ എല്ലാവരും കൂടി ചേർന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു 1.5 വർഷം മുമ്പേ തുടങ്ങി. പക്ഷെ ആ അഭ്യാസം അന്ന് ഏറ്റില്ല. ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തണം. ആ ദുർബലപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ രാജ്യത്താകെ സുസ്ഥിര വികസന സൂചികയിലും മാനവ വിഭവ സൂചികയും അടക്കം എല്ലാ സൂചികയിലും ഒന്നാമതെത്തുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ സൃഷ്ടിക്കുന്ന ഈ ഗവൺമെന്റിനെ ഇല്ലാതാക്കണം. ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തണം. CPM-നെ ഇല്ലാതാക്കണം. അതിന്റെ നേതാക്കന്മാരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കണം. ആ നേതാക്കന്മാരുടെ കുടുംബത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തണം, ആക്രമിക്കണം. ആ അജണ്ടയുടെ ഭാഗമായി കുറച്ചു നാളായിട്ട് തുടങ്ങിയ പ്രക്രിയയാണ്. ഇന്നത്തെ ദിവസം തന്നെ തെരഞ്ഞെടുത്തല്ലോ, തെരഞ്ഞെടുപ്പ് ദിവസം. അതിൽ 10:30 സമയവും നിശ്ചയിക്കുന്നു. വരാൻ പോകുന്ന 20-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു വലിയ കോട്ടിങ്. ഇതെല്ലാം ഈ അജണ്ടയുടെ ഭാഗമാണ്. ആ അജണ്ടയുടെ ഭാഗമായി ആരൊക്കെ ഉണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. EP തന്നെ പരാതി DGP-ക്ക് കൊടുത്തിട്ടുണ്ട്. അന്വേഷിക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. ഇത്തരത്തിൽ ഇടതുപക്ഷത്തെ തകർക്കാൻ, CPM-നെ തകർക്കാനുള്ള ഏത് ശ്രമത്തെയും ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി ചെറുക്കും, അത് തീർച്ച. ശരി.